ദേണ്ടേ ഈ രണ്ടാം നില വീട് കണ്ടോ? കല്ലും മണ്ണും സിമെന്റും ഇല്ലാതെ ഈ മനുഷ്യൻ നിർമ്മിച്ചതാണ്. അടിപൊളി വർക്കാ, നല്ല അടിപൊളിയായിട്ട് പെർഫെക്ഷനോടെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടാ പറയത്തില്ലല്ലോ. ഇഷ്ടികയോ സിമെന്റോ മണ്ണോ ഒന്നും വേണ്ട, ചേട്ടൻ പണി കൊടുക്കുമല്ലോ. തീർച്ചയായിട്ടും 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ഭിത്തി തീർന്നു കിട്ടും. ഭിത്തി ഫുള്ള് ചേട്ടൻ ചെയ്തിരിക്കുന്നു പറയുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് കുറഞ്ഞ ചെലവിൽ ഇതുവരെ 100-ൽ കൂടുതൽ വീടുകൾ ഇദ്ദേഹം പണി തീർത്തിട്ടുണ്ട്. ഈ ചേട്ടൻ പണിഞ്ഞ അതിമനോഹരമായിട്ട് പണിഞ്ഞിട്ടുള്ള ഒരു വീടാണ്, മോളുടെ വീടാണല്ലേ? അതെ, വി പാനൽ ചെയ്തിരിക്കുന്നത്. വി പാനലിൽ മനോഹരമായിട്ട് തന്നെ കണ്ടാൽ പറയൂല ഇത് വി പാനൽ ചെയ്തതാണല്ലേ? അതെ, അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഈ വീട് പണിഞ്ഞിരിക്കുന്നത്. ചേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് ചേട്ടൻ പാനൽ ചെയ്ത വർക്കാണെന്ന്. ഗംഭീരമായിട്ടുണ്ട്. ഇവിടെ മോള് പറഞ്ഞ കേട്ടില്ലായിരുന്നു? അതെ അതെ അതെ, മോള് പറഞ്ഞ പോലെ തന്നെ ഈ വീടിന്റെ ഈ താഴത്തെ നില മാത്രമേ ഉള്ളൂ നമ്മള് സാധാരണ നോർമലി ചെയ്തിരിക്കുന്നത്. താഴത്തെ നില മാത്രമേ ഉള്ളൂ സാധാരണ നോർമലി ചെയ്തിരിക്കുന്നത്. ഫുള്ള് പാനല് ചെയ്തിരിക്കുന്നു. മുകളിൽ ചെയ്തിരിക്കുന്ന ഫുള്ള് നമ്മൾ സീലിംഗ് വി ബോർഡ് ചെയ്തിരിക്കുന്നു. സീലിംഗും കാര്യങ്ങളും എല്ലാം വി ബോർഡിലാണ് സീൽ ചെയ്തിരിക്കുന്നത്. ബാക്കി ചെയ്യാം, കാൽസിലിക്കേറ്റ് ബോർഡ് ചെയ്യാം. അത് ഓരോ പാർട്ടിയുടെ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാം. ചേട്ടാ വാ, കാണിച്ചു തരാം. ഇത് മോളുടെ വീടിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഈ വീട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കാണണം കേട്ടോ. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇവര് ചെയ്തിട്ടുള്ളത്. വി പാനൽ ചെയ്തിരിക്കുന്ന വീടാണ്. ഈ ചേട്ടന്റെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി വർക്കായിട്ടുണ്ട്, നല്ല പെർഫെക്ഷൻ ഉള്ള വർക്കാണ്. നിങ്ങളാണോ പറഞ്ഞത് ഇതെല്ലാരും അറിയട്ടെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ? അതെ, അപ്പർ ഫ്ലോർ മൊത്തം പാനൽ കൊണ്ട് ചെയ്തേക്കുന്ന വീടാ. മോളുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തന്നെ. ഇത് കണ്ടില്ലേ, കണ്ട പറയത്തില്ല കേട്ടോ, അത്രയ്ക്ക് മനോഹരമായിട്ടാണ്. ഇത് ഒരു റൂമാണ് നമ്മൾ കാണുന്നത്. ഈ റൂം നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയാ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് തോന്നുക പോലും ഇല്ല. ഇവിടെ വരുന്ന ഒരു മനുഷ്യന് പോലും അറിയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ലോക്കിംഗ് സിസ്റ്റമാണ്. പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. നോക്കിക്കേ, ഇപ്പൊ സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്ന പരിപാടി എന്തോ അറിയോ? താഴത്തെ നില കൂടുതലായിട്ടും ഇതൊക്കെ നോർമലി കട്ടകളൊക്കെ കെട്ടി ചെയ്തിട്ട് മുകളിലത്തെ നില എപ്പോഴും ചെയ്യുന്നതെന്ന് പറയുമ്പം ഇതുപോലെയുള്ള പാനൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ അഗ്രഗണ്യനാണ് ഈ വ്യക്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ഈ വീഡിയോ കാണുന്നവർക്ക് ദൂര സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ചെയ്ത് കൊടുക്കണമെങ്കിൽ? ഞാനിപ്പോൾ പയ്യോളി കാര്യങ്ങൾ അവിടം വരെ ഞാൻ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തമിഴ്നാട് പോയിട്ടുണ്ട്. ആളെ ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, ഒരുപാട് വീടുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എത്ര വീടുകൾ ലേബേഴ്സും ഉണ്ട്. നമ്മള് 10 പേരോളം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മള് എത്ര വീടോളം ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ശരിക്കും ഒരു 100 വീടിനടുത്ത് ചെയ്തിട്ടുണ്ട്. 100 വീടിനടുത്ത് ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ കേരളത്തിലെ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഉപകാരമാകുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം നിങ്ങൾ ഈ വീട് വർക്ക് തന്നെ നോക്കിയിട്ട് പറയുക. ചേട്ടാ, ഒരു സാധാരണക്കാർക്ക് ഒരു വീട് പണിയണം, ചെറിയൊരു ബഡ്ജറ്റിൽ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിലൊക്കെ പണിഞ്ഞു കൊടുക്കാൻ പറ്റും? നമുക്കൊരു 10 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും പണിത് കൊടുക്കും. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ഭിത്തി തീർന്നു കിട്ടും. 1 മണിക്കൂർ കൊണ്ട് ചെയ്തതാണ് ഈ ഭിത്തി ഫുള്ള്. ഈ ഭിത്തി ഫുള്ള് ചേട്ടൻ ചെയ്തിരിക്കുന്നു പറയുമ്പോൾ 1 മണിക്കൂർ കൊണ്ട്. സീലിംഗ് ആണെങ്കിലും നമ്മൾ തന്നെ ചെയ്യുന്നത്. ഇത് നമ്മൾ തന്നെയാണോ ചെയ്തത്? തീർച്ചയായിട്ടും. ഇതിന്റെ സീലിംഗ് വർക്ക് ഉൾപ്പെടെ ചെയ്തിരിക്കുന്നു പറയുമ്പം ഈ ചേട്ടനാണ് കേട്ടോ. നമ്മുടെ ഈ തിരുവല്ല, എടത്വ, ചങ്ങനാശ്ശേരി ഭാഗങ്ങളിലൊക്കെ വളരെ മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണിത്. അപ്പം നിങ്ങൾ എവിടെ വിളിച്ചെന്ന് പറഞ്ഞാലും ഇദ്ദേഹം വന്ന് നിങ്ങളുടെ വീട് വളരെ മനോഹരമാക്കി തരും. അത് ഈ വീട്ടുകാർ തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് നോർമൽ ഒരു ഭിത്തിയാണ്. ചേട്ടാ, ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? ഇത് നമ്മുടെ സ്റ്റെയർ റൂമാണ്. ഇത് നമ്മുടെ സ്റ്റെയർ റൂമിന്റെ പഴയ ഒരു ഭിത്തിയായിരുന്നു. ഇവിടെ വരെ ഉള്ളായിരുന്നു വീട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതോട്ട് സ്റ്റാർട്ടിങ്. ഈ ഡോറൊക്കെ ഒപ്പം ഈ ഡോർ നമ്മൾ നമ്മൾ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി വീട്ടുകാരുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. സാമ്പത്തികം അനുസരിച്ചിട്ട് നോർമൽ ആയിട്ടുള്ള 1800 രൂപ 2000 രൂപയുണ്ട് ഈ ഡോറിന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തയാ. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് പണി അങ്ങോട്ട് തുടങ്ങുവാണെങ്കിൽ ഇത് വി ബോർഡാണ്. കട്ടള വന്നിരിക്കുന്നത് WPCയുടെ കട്ടളയാണ്. WPCയുടെ കട്ടളയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിന് ഈ ഒരു കട്ടളയാണ് ആപ്റ്റ് ആയിട്ടുള്ളത് അല്ലേ? ഇതിനാണ് കറക്റ്റ് ആയിട്ട് പോകും. സീലിംഗ് കാര്യങ്ങളെല്ലാം കൂടെ 1.5 മാസം കൊണ്ട് നമ്മൾ ഈ വർക്ക് ചെയ്തതാണ്. 1.5 മാസം കൊണ്ട് ഈ വർക്ക് ഫൈനൽ ചെയ്തു. ഈ സിറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ ടൈലൊക്കെ നമ്മളാണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ പോർഷൻ ചെയ്യാൻ വേണ്ടി എന്ത് സമയം എടുത്തു? ഇത് നിസ്സാര സമയമുള്ളൂ. നമുക്ക് ഭിത്തി ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. ഓൾറെഡി റൂഫിന്റെ തൂണുണ്ടായിരുന്നു. ഇത് നമ്മൾ വി ബോർഡ് കൊടുത്ത് ഇത് പാനൽ ചെയ്ത് കഴിഞ്ഞിട്ട് വി ബോർഡിൽ ഇത് സീലിംഗ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതിന്റെ മേളിൽ നമ്മൾ ഈ ഡിസൈൻ കൊടുത്തതാണ്. 2 റൂമുകൾ. ഈ ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഈ വാഷ് കൗണ്ടർ ഒക്കെ നോക്കിയേ, ഇത് ഫുള്ള് നമ്മളാ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ അകമാണ്. ഞാൻ ഒന്ന് കയറുവാണ്. ഇത് കേട്ടോ, നമ്മളൊരു 6x6 ഒരു അളവിലാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ടൈലും കാര്യങ്ങളൊക്കെ നമ്മൾ വി ബോർഡിൽ തന്നെയാണ്, വി പാനലാണ് ഈ ടൈൽ. വി പാനലിൽ ഈ ടൈല് ഇല്ല, അതിന്റെ കറക്റ്റ് പശയിൽ പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കും, പൊളിഞ്ഞു പോകും, അങ്ങനൊന്നും ഇല്ല. ഇത്രയും വീഡിയോകൾ ചെയ്തിട്ട് ഇന്ന് വരെ കംപ്ലൈന്റ് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ അതെ, നമ്മുടെ പാനലിൽ തന്നെ നമ്മൾ ടൈൽ ചെയ്തിരിക്കുകയാണ്.
കണ്ടു കഴിഞ്ഞാൽ അത് പറയുക പോലും ഇല്ല അല്ലേ ഏട്ടാ? ഇതിന്റെ ഗ്രിഡ് സീലിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഓഹോ, ഇത് കറക്റ്റ് നമ്മൾ നിൽക്കുന്ന സ്ഥലം എടത്തുവയലാണ് അല്ലേ? എടത്തുവയൽ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. തിക്നെസ് എത്ര വരുന്നത്? 50 2 ഇഞ്ച്. ആ, ഇതിൽ അകത്ത് ഉള്ളിൽ വരുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ AC ബ്ലോക്കിന്റെ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ ആണ് വരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കണ്ട. ഇതിന്റെ വാറണ്ടി വരുന്നത് ഈ വാറണ്ടി 25 വർഷം വാറണ്ടി പറയുന്നത്. 25 വർഷം വാറണ്ടി പറയുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തൊക്കെ വർക്കുകൾ ചെയ്യുന്നുണ്ട്? ഞാൻ ശരിക്കും റൂഫ് ചെയ്യുന്നുണ്ട്, പാനൽ വർക്ക് ചെയ്യുന്നുണ്ട്, സീലിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കീഴിൽ തന്നെ ഉള്ള വർക്കുകളാണ്. നമ്മുടെ കീഴിൽ തന്നെ ഉള്ള വർക്കുകൾ. ഇതിന് ശേഷം ടൈലും ഇലക്ട്രിക് പെയിന്റിങ്ങും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് വീട് സംബന്ധം ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. വീട് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും തീർച്ചയായിട്ടും ഗേറ്റ് ഗ്രില്ല് കാര്യങ്ങൾ എല്ലാം റൂഫ് വർക്ക് ഏത് രീതിയിലുള്ള ഓടോ ടൈലോ. അപ്പം ചേട്ടന്റെ സ്ഥലം എന്ന് പറയുന്നത് എടത്തുവാണ്. ആലപ്പുഴ ജില്ലയിൽ എടത്വ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ചേട്ടൻ ഈ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഇത് ചങ്ങനാശ്ശേരിയിലാണ്. ഈ വീട്ടുകാർ ഞാൻ വന്നപ്പോൾ ആദ്യം കണ്ട അവരെയാണ്, ആ മോളെയാണ് കണ്ടത്. അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവരുടെ വീട് അത്ര ഗംഭീരമായിട്ടാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ചേട്ടൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാം. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരാളുണ്ട്, അധികം പേര് അറിഞ്ഞിട്ടില്ല, എല്ലാവരും അറിയട്ടെ.